അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഈ ഒരു ഉമ്മയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാമയാണ് ഓർമ്മ വന്നത്. മരണപ്പെട്ടു പോയി. പടച്ചറബ്ബ് അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമി. ഇന്നത്തെ ആളുകളെടുത്തു നിന്ന് ഒരു കരുണയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വയസ്സാണെന്നൊന്നും ഒരു സിമ്പതിയും ഇന്നത്തെ ആളുകളെടുത്തു നിന്ന് പ്രതീക്ഷിച്ചുകൂടാ. 85 വയസ്സുള്ള ഒരു ഉമ്മയെയാണ് കൊലപ്പെടുത്തിയത്, അതും 16 വയസ്സുകാരൻ. ഈ ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടതാണ്. മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ ഉമ്മയുടെ വാർത്ത ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി, ഏറെ സങ്കടമായിപ്പോയി. എങ്ങനെ തോന്നി ഈ ഉമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, അതും 16 വയസ്സുകാരന്? ഒരു മക്കളെയും വിശ്വസിച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, മക്കളെ നന്നായി ദീന് പഠിപ്പിക്കുക. അപ്പോൾ പറയും, ദീന് പഠിച്ച മക്കളും ഇതുപോലെ ചെയ്യുന്നില്ലേ എന്ന്. ഇല്ല, ചെയ്യില്ല. അവരുടെ ഹൃദയത്തിലോട്ടങ്ങ് കയറിയാൽ പിന്നെ അവർ നല്ല കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ല. നമ്മുടെ മക്കളെ നല്ല മക്കളാക്കാൻ നന്നായി ദീന് പഠിപ്പിക്കുക. നന്നായി ദീന് പഠിച്ച മക്കൾ ഒരിക്കലും ഇത് ചെയ്യില്ല. അവർക്കതിന് സാധിക്കില്ല, അവർക്കതിന് പറ്റില്ല. കൽപ്പറ്റ കോട്ടത്തറ വൈപ്പടിയിലാണ് ഈ ഒരു ഉമ്മയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. അതും പ്രായപൂർത്തിയാകാത്ത കുട്ടി, 16 വയസ്സുകാരൻ. കോട്ടത്തറ വൈപ്പടിയിൽ തനിച്ച് താമസിക്കുകയായിരുന്ന കുത്തിന വീട്ടിൽ ഫാത്തിമ, ആ ഉമ്മയാണ് ഈ ഒരു 16 വയസ്സുകാരൻ്റെ ആ ഒരു ക്രൂരതയ്ക്ക് ഇരയായത്. എന്തിനാണെന്നല്ലേ പറയാം. കഴിഞ്ഞ മാസം 25-ന് വൈകിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ ചെറുക്കൻ പണം ചോദിച്ച് അത് നൽകാത്തതിൻ്റെ ദേഷ്യമാണ് ആ ഉമ്മയോട് കാണിച്ചത്. ഒന്നും നോക്കിയില്ല. ആ ഉമ്മയുടെ പ്രായം വരെ ചെറുക്കൻ നോക്കിയില്ല. വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച് ആ ഉമ്മയെ കൊലപ്പെടുത്തി. അതും കഴുത്തിൽ വള്ളി ചുറ്റിയാണ് കൊലപ്പെടുത്തിയതത്രേ. ഈ ചെറുക്കൻ ചില്ലറക്കാരനൊന്നല്ല, മോഷണം തന്നെയാണ്. വലിയ പുള്ളിയാ. 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. മോഷണം, സ്ത്രീകളെ ഉപദ്രവിക്കുക, പണം ആവശ്യപ്പെട്ട് പ്രായമായ സ്ത്രീകളെ ഉപദ്രവിക്കുക തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറുക്കനാണ്. ആ ഒരു ചെറുക്കനാണ് ഇന്ന് പിടിയിലായത്. അങ്ങനെ വേണ്ട പല വൃത്തികേടുകളും കാണിക്കുന്ന ഒരു പക്ക ക്രിമിനലാണ്. അങ്ങനെ ആ പ്രായമായ ഉമ്മയോട് ഇവൻ ചെയ്തത് അതിക്രൂരമായ പ്രവൃത്തിയായിരുന്നു. കഴുത്തിലെ എല്ലുകൾക്ക് ഫ്രാക്ചർ സംഭവിക്കുകയും ശരീരത്തിലാണെങ്കിൽ പല ഭാഗങ്ങൾക്ക് പരിക്കുകൾ, ഇടതുവാരിയെല്ല് പൊട്ടുകയും ചെയ്തിരുന്നു. അങ്ങനെ അതിക്രൂരമായിട്ടാണ് ഈ ഒരു 85 വയസ്സുള്ള ഉമ്മയെ ഇവൻ കൊലപ്പെടുത്തിയത്. എങ്ങനെ തോന്നി എന്ന് ചോദിക്കുന്നില്ല. ഇവന്മാരുടെ അടുത്തു നിന്നും ഒരു ദയയും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. തനിച്ച് താമസിക്കുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചെറുക്കനെ പിടിച്ചത് അതിവിദഗ്ധമായിട്ടാണ്. കൽപ്പറ്റ DYSPയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് അന്വേഷണങ്ങൾ നടത്തിയതും ആ ഒരു അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടിക്കുകയും ചെയ്തു. അഭിനന്ദനങ്ങൾ. മുമ്പേ ഈ ചെറുക്കൻ ശല്യക്കാരനായിരുന്നു. പല പരാതികളും സ്റ്റേഷനിൽ ലഭിച്ചതാണ്. ഇപ്പോഴാണ് ഈ ചെറുക്കൻ കൊല ചെയ്തത്. അതിനോടകം പിടിക്കപ്പെടുകയും ചെയ്തു. പാവം ആ ഉമ്മ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ആ ഉമ്മയുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, സ്വർഗം കൊടുക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ഇതുപോലത്തെ മുസീബത്തിൽ നിന്നും ഞങ്ങളെ ഉമ്മമാരെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവർക്ക് യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.